ഹലോ. അപ്പോൾ കൊളോണിലെ ഞങ്ങൾ അവസാനത്തെ ദിവസത്തെ വീഡിയോ ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും ഇത് ഡിലേ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങനെ മിസ്സാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സോവനിയേഴ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഈ കൊളോൺ കത്തീഡ്രലിൽ അടുത്തുള്ള ഒരു ഷോപ്പ് തന്നെയായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ അത്. ഇനി നിങ്ങൾ ആരെങ്കിലും കൊളോണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ടിൽ അവർ സോവനിയേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ കൊളോൺ കത്തീഡ്രൽ അങ്ങനത്തെ മെയിൻ അട്രാക്ഷൻസിൻ്റെ തൊട്ടടുത്തുള്ള സോവനിയർ ഷോപ്പ് എന്നല്ലാണ്ട് കുറച്ച് വിട്ട് മാറിയിട്ടുള്ള ഒരു സോവനിയർ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾ സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും. ഇതാണ് കേട്ടോ കൊളോൺ HBF എന്ന് പറഞ്ഞ മെയിൻ ട്രെയിൻ സ്റ്റേഷൻ. ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇനി ബാക്കിയുള്ള യാത്രകളൊക്കെ. ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ്. ഇതിൻ്റെ പേര് വല്ലാത്തൊരു പേരായതുകൊണ്ട് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ഉള്ളൊരു ട്രഡീഷനാണെന്ന് തോന്നുന്നു. ഏത് റിവറിൻ്റെ സൈഡിലുള്ള ബ്രിഡ്ജാണെന്നുണ്ടെങ്കിലും ആ ബ്രിഡ്ജിൽ മുഴുവനും ലോക്ക് ഇട്ടിട്ട് അവരവരുടെ പേരൊക്കെ എഴുതും. മിക്കവാറും കപ്പിൾസൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കപ്പിൾസിൻ്റെ പേരോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഡേറ്റോ അവരിട്ട ഡേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ലോക്കിലിട്ടിട്ട് പിന്നെ അതിൻ്റെ കീ ആ റിവറിലേക്ക് എറിയുന്ന ഒരു പരിപാടി ഉണ്ട്. സോ ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അങ്ങ് എൻഡ് വരെ ഇനി ലോക്ക് ഇടാൻ സ്ഥലമില്ല എന്നുള്ള പോലെ കേട്ടോ അവസ്ഥ. ലക്സംബർഗിലേക്ക് തിരിച്ചുള്ള ട്രെയിൻ ഏകദേശം ഒരു 4:30 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോകാൻ ഇനി സമയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് കൂടെ തന്നെ നടക്കാനൊക്കെ നല്ല സുഖമായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. ഒരു സൈഡിൽ കൂടെ ട്രെയിൻ പോണത് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സെൻട്രൽ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ റിവറിൽ നിന്ന് നല്ല കാറ്റ് വരുന്നുണ്ടായിരുന്നു. സോ അത് കൂടെ നടക്കാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു. നല്ലൊരു സുഖമുള്ള കാറ്റായതുകൊണ്ട് തന്നെ ഷാനിക്കുട്ടി പെട്ടെന്ന് തന്നെ ഉറങ്ങി. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പാലാണ്. ഇവിടുത്തെ മെയിൻ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്, അതാണ് ട്രെയിൻ പോകുന്നത്. സോ ഈ പാലത്തിൻ്റെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിവറുണ്ട്. ഈ റിവർ കൂടെ ഉള്ള ഒരു ക്രൂസിലാണ് ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് ലോക്കുണ്ട്. ലോക്കൊക്കെ വെച്ച് ഇവിടെ ഒരു സ്ഥലവും ഇല്ലാത്തൊരവസ്ഥയാണ്. ഈ ബ്രിഡ്ജ് ഫുള്ള് ലോക്കാണ്. ഇവിടെ വരുന്ന പല ആൾക്കാരും ഈ ഒരു ബ്രിഡ്ജിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊരു ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ തപ്പി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ബ്രിഡ്ജും പിന്നെ ആ പോസ്റ്റും മേലെ അവരെ കൊണ്ട് എത്താൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും എല്ലാവരും കയറി ലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളെന്തായാലും ലോക്കൊന്നും ഇടാൻ പോയില്ല. അതിനിപ്പോൾ പാരീസിലും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവിടെ പോകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ എവിടെ കറങ്ങിത്തിരിഞ്ഞ് എത്തിക്കഴിഞ്ഞാലും സെൻട്രൽ പോയിന്റിലേക്ക് എത്തിയിട്ടുള്ളതുകൊണ്ട് അതിനെ ചുറ്റിപ്പറ്റി വീണ്ടും കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഈ കൊളോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഈ ദ കൊളോൺ എന്ന് പറയുന്ന ആ ഒരു പെർഫ്യൂം കാറ്റഗറി ആണല്ലേ. ഞങ്ങളങ്ങനെ കുറച്ച് റിസർച്ചൊക്കെ നടത്തിയപ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു ഫരീന ഫ്രേഗ്രൻസ് മ്യൂസിയം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഫ്രാഗ്രൻസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ക്യാമറയൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ മ്യൂസിയം ടിക്കറ്റ് ഒന്നും എടുത്തില്ല. പക്ഷേ അവരുടെ തന്നെ ഒരു ഷോപ്പുണ്ട്. ഫസ്റ്റ് കൊളോൺ ഉണ്ടാക്കിയ സ്ഥലം എവിടെയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സോ അവിടെ പലതരം കൊളോണും പിന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററിയും ഒക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ടെസ്റ്റ് ചെയ്യാം, വാങ്ങിക്കാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു കളക്ഷനിലുള്ള കൊളോണിൻ്റെ സ്മെല്ലൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോ സോഡിയാക് സൈനിനനുസരിച്ചിട്ടുള്ള ഓരോ ടൈപ്പ് ഓഫ് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് മെന്നിന് വേറെയാണ്, വിമണിന് വേറെയാണ്. പിന്നെ അവരതിൻ്റെ സാമ്പിൾസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആ ഒരു ഗിഫ്റ്റ് പാക്കിൻ്റെ ഒരു സാമ്പിൾ സൈസ് ബോട്ടിലായിരുന്നു. ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ടെസ്റ്റർ ഇങ്ങനെ കോമൺ ആയിട്ടും വെച്ചിട്ടുണ്ട് സ്മെല്ലറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ഗിഫ്റ്റ് പാക്കറ്റിൻ്റെ പുറത്തും ആ ഉള്ളിലുള്ള ഒരു ബോട്ടിലിൻ്റെ ഒരു സൈസിൻ്റെ ജസ്റ്റ് ഒരു കാലി ബോട്ടിൽ പുറത്തൊരു ജസ്റ്റ് ഒരു ഡിസ്പ്ലേ പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പെർഫ്യൂമൊന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് അത് കൂടെയൊക്കെ ഒന്ന് കണ്ടു, എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ചെറുതായിട്ട് പുറത്തേക്ക് ഇറങ്ങി.
അവിടെ അടുത്ത് അങ്ങനെ കാണാൻ മാത്രം ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലക്സംബർഗിൽ ഇല്ലാത്ത എന്നാൽ യൂറോപ്പിലൊക്കെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള പ്രൈമാർക്ക് എന്ന് പറഞ്ഞ ഷോപ്പിൽ വെറുതെ കയറാമെന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടായിട്ടല്ല, വെറുതെ ഒന്ന് കയറി. അങ്ങനെ ഡിസ്കൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ എല്ലാവരും ഇങ്ങനെ പ്രൈമാർക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ സമയത്തിന് തന്നെ ട്രെയിൻ സ്റ്റേഷനിലെത്തി. നമ്മുടെ ട്രെയിൻ കിട്ടി. ഞങ്ങൾ ഫാമിലി ഏരിയ ആണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റ് പോലെയായിരുന്നു. ഓപ്പോസിറ്റ് വേറൊരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റിസർവേഷനായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല സുഖമായിട്ട് റെസ്റ്റൊക്കെ ചെയ്ത് വീട്ടിലേക്ക് വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മൾ തിരിച്ച് ലക്സംബർഗിലേക്ക് തന്നെ പോവാണ്. വന്നപ്പോൾ അതേ കാഴ്ച തന്നെ. പിന്നെ നല്ല വെതറായതുകൊണ്ട് ഈ ട്രിപ്പ് ഏറെക്കുറെ അടിപൊളിയായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ കുറേ കഷ്ടപ്പെട്ടെങ്കിലും ഇങ്ങോട്ട് വരാൻ വളരെ സ്മൂത്തായിരുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.